ഹലോ ടീമേ, നമസ്കാരം. ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചയൂണിൻ്റെ സ്പെഷ്യൽ ചാളക്കറിയും കപ്പയുമാണ്. കപ്പ അടൂർക്കാട് ഒരു സ്പെഷ്യലാണ് കേട്ടോ. മീൻകറിയും ബീഫും ഉണ്ടെങ്കിൽ കപ്പ എന്തായാലും വേണം. അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ എനിക്കിന്ന് കപ്പ വാങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചാളക്കറി ഉണ്ടാക്കുന്നത് ബീബി ചേട്ടനാണ് കേട്ടോ. അപ്പം ഞാൻ ചേട്ടൻ അപ്പം നമുക്ക് ഇത് ഞാനേ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. താഴ്ച വെച്ചാൽ മതി. ഞാൻ ചാളക്കറി ഉണ്ടാക്കുന്ന വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്. നിനക്ക് കൊണ്ടുവന്ന് അന്ന് ഓർക്കല്ലേ? ഓർക്കുന്നുണ്ട്. ഒന്നും കൂടി സെറ്റ് ആകുന്നുണ്ട്. അപ്പോഴത്തേക്കും താളിച്ചൊഴിക്കും. അടയ്ക്കട്ടെ. ആ ഒഴിക്കട്ടെ. ഒഴിച്ചോളൂ. ഇത്ര മതി ചേട്ടാ? അത്ര മതി. എന്നും ഞാൻ വീഡിയോയിൽ കാണുമ്പോൾ ചേട്ടൻ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എന്തോ ഒരു ടെൻഷൻ. എൻ്റെ വീട്ടിൽ ഫസ്റ്റ് ഉണ്ടാക്കണേ അങ്ങനെ ഉണ്ടാക്കണതല്ലേ. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് കാഞ്ഞു തന്നെ കേട്ടോ. നോക്കിയേ, എന്താ പറയാനുള്ള ചെറിയൊരു ടെൻഷൻ ഉണ്ട് കേട്ടോ. രണ്ടാം ദിവസമാണ് വീട്ടില്. അതെ അതെ, നന്നായിട്ടുണ്ട്. ഇങ്ങനത്തെ പറയാ നന്നായിട്ടുണ്ട്, സന്തോഷമായിട്ടിരിക്കുന്നു. പിന്നെന്താ വിശേഷം? പിന്നെന്താ, വീട്ടുകാരെ കാണാത്തോണ്ട് ദുഃഖമുണ്ട് ചെറിയ. ജസ്റ്റ് ഒരു വിഷമമുണ്ട്. വീട്ടിൽ പോവാലോ നമുക്ക് എപ്പോഴാണെങ്കിലും. അടുത്ത ദിവസം പോകട്ടെ വീട്ടില്. അതെ, അതിന്റെ സന്തോഷത്തിലാണ്. ഉലുവിട്ടോ? ചൂടായില്ല. ഒന്നിട്ട് നോക്കിയേ, അതാണ് എന്റെ ടെസ്റ്റ്. മതിയാവും. നീ പറഞ്ഞ ശരിയാണ്, ചൂടായിട്ടില്ല. ഞാൻ പറഞ്ഞല്ലേ ചൂടായില്ല. ഇപ്പൊ പൊട്ടു. അത് പറ, വിശേഷം കേൾക്കാൻ ആൾക്കാർക്ക് ഇഷ്ടം. വിശേഷം എന്താ, 2 ദിവസം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോവും. അതിന്റെ ഒരു ഹാപ്പി ഉണ്ട് അല്ലേ? എന്താണ് ഇവിടെ ഹാപ്പി ഇല്ല? അപ്പൊ എനിക്ക് ഹാപ്പി ഉണ്ട്, എന്നാലും വീട്ടുകാരെ കാണാലോ. ചെറിയൊരു വിഷമമുണ്ട് കേട്ടോ, അവരെ മിസ് ചെയ്യുന്നുണ്ട് എനിക്ക്. ചിലപ്പോ പറയുമ്പോ അവര് വിഷമിക്കും കേട്ടോ. പിന്നെ ഞാനിവിടെ ഹാപ്പിയാണ് കേട്ടോ. പൊട്ടി അടുത്ത് നമ്മള് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി കട്ട് ചെയ്തത്. അപ്പൊ എല്ലാവരും അമ്മച്ചി എന്തെങ്കിലും അമ്മച്ചി ഇവിടെ റെസ്റ്റിലാണ്. അമ്മച്ചിക്ക് ഞാൻ അധികം പണിയൊന്നും നോക്കണ്ട അല്ലേ അമ്മച്ചി? പക്ഷെ അമ്മച്ചിക്ക് പണി ചെയ്യുന്നതാണ് ഇഷ്ടം കേട്ടോ. നേരത്തെയുള്ള വീഡിയോയിൽ എല്ലാരും പറയും എന്താ അമ്മച്ചി ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത് പറയും. പക്ഷെ അമ്മച്ചി അടങ്ങിയിരിക്കൂല അല്ലേ അമ്മച്ചി? അമ്മച്ചിക്ക് എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ അമ്മച്ചി? അമ്മച്ചിയോട് ഒരു മിനിറ്റ്, അമ്മച്ചി മതി, അമ്മച്ചി അവിടെ പോയിരിക്കാൻ പറയുമ്പോ അമ്മച്ചി പറയും എനിക്ക് പറ്റൂല, അമ്മച്ചിക്ക് തന്നെ എന്തെങ്കിലും ചെയ്യണം. റെസ്റ്റ് ചെയ്യൂല കേട്ടാ, റെസ്റ്റ് ചെയ്യൂല. അമ്മച്ചിക്ക് റെസ്റ്റ് ചെയ്യാൻ ഇഷ്ടമല്ല. നോക്കാം അമ്മച്ചി, എങ്ങനെയുണ്ട് അമ്മച്ചി? ചൂടുണ്ടോ? ഇത്ര മതിയോ? ഉപ്പ് വേണോ ഇനി? നിങ്ങൾ വേണമല്ലേ? ഓക്കെ, താളിച്ച് വെച്ചിട്ട് ഇത്തിരി ഉപ്പിടാം. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കറക്റ്റായിരുന്നു. ഇത്തിരി കൂടി വേണം. ഇത് മുളക് പൊടി ഇട്ടിട്ട് താളിച്ച് വെച്ചോ. നീ ഇത് ശരിയാക്കണ്ട ചേട്ടാ. ഇത് മുളക് പൊടി ഇട്ടോ തളിപ്പില്. ഇത് കറക്റ്റ് ആകില്ലല്ലോ. അത് കറക്റ്റാ. കുറച്ചുകൂടി ബ്രൗൺ ആക്കണ്ടേ? ഇത്തിരി അമ്മച്ചി പറഞ്ഞോണ്ട് ഇത്തിരി കൂടി ഉപ്പിടാം. നമുക്കറിയാം ബ്രൗൺ ആവണ്ടല്ലേ? ബ്രൗൺ ആവും. കുഴപ്പമില്ല, ബ്രൗൺ ആയിക്കിനെ കഴിഞ്ഞു. ഇട്ടെ കുറച്ച് മതിയല്ലോ ചേട്ടാ? കുറച്ച് മതി പോരെ? ചേട്ടൻ ഇവിടുത്തെ ഭയങ്കര ഷെഫാണ് കേട്ടോ. ചേട്ടൻ പറയാൻ ഷെഫൊന്നുമല്ല, ഞാൻ എങ്ങനെയോ ഉണ്ടാക്കുമ്പോൾ ശരിയാവും. മുളക് പൊടി മതിയോ? അത് മതി, ഒഴിച്ചോ. ഒഴിക്കട്ടെ. താളിച്ച് ഒഴിക്കും. ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് എന്താ പറയുക, കടുക് വറക്കുക. കടുകില്ലല്ലോ, ഒരു മാത്രമേ ഉള്ളൂ. ഞങ്ങൾ കടുക് ഇടൂല, മെയിൻലി കടുക് ഇടൂല. ഇനി ഇളക്കാൻ പറ്റില്ല. ആ തടത്തുണി വെച്ചിട്ട് 2 ചുറ്റിക്കളി തട എടുത്തു. നിങ്ങൾ എന്താ പറഞ്ഞ തടത്തുണിയ? കൈക്കല വ്യത്യാസമുണ്ട്. കലങ്ങിയില്ല. പോരെ?
കുട്ടി കലങ്ങിയില്ല, തടുക്ക കിടക്കുന്നത്. അതിന് എന്ത് ചെയ്യണം? അത് ശരിക്കിട്ട് ഒന്ന് ഇതാക്കണം. പോരെ? ഓക്കെ, ഒന്ന് മൂടി വെച്ചോ. മൂടട്ടെ? മൂടിച്ച് സെറ്റാണ്. നമുക്ക് അടുത്ത കപ്പ പരിപാടി ആക്കാം. ഞാൻ അടുത്ത കപ്പ. ചേട്ടന് ഇഷ്ടമല്ലേ കപ്പ? അപ്പൊ അമ്മച്ചിട്ട് ഞാൻ അടുക്കള കയറ്റില്ലെന്നാ പറഞ്ഞ. പക്ഷെ അമ്മച്ചി കയറും കേട്ടോ. നമ്മുടെ താരമകള് ഇളയ മകള് വന്നതുകൊണ്ട് എനിക്ക് വളരെ റെസ്റ്റ് ഉണ്ട്, അതിന് സന്തോഷമുണ്ട്. നിങ്ങളോട് ഞാൻ സന്തോഷം പ്രകടിപ്പിക്കുന്നു. ഈ സന്തോഷം എന്നും നിലനിൽക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. അതാണ് എനിക്ക് ആവശ്യം. അപ്പൊ കപ്പ അരിയണ ഞാനാണ്ടാ. ഇങ്ങനെ അറിഞ്ഞാൽ മതിയാ സാറേ? അല്ലല്ല, കുറച്ചും കൂടി ചെറുതാക്കണം. ചെറുതാക്കണ കപ്പയെന്ന് പറയാ മതിയില്ലേ? ഇങ്ങനെ മതിയാ? നമ്മ ഇങ്ങനെ വെക്കാറില്ല, ഇത് അടൂർക്കാരുടെ വെപ്പാണ്ട. കുത്തി കുത്തി അരിയല്ലേ ഇങ്ങനെ വരെ. ഇതെന്താ ചേട്ടാ ഇത്? എന്താണ് ഇതറിയാൻ പാടില്ലേ? ഇങ്ങനെ വെക്കാറില്ല ഞങ്ങൾ കൊച്ചിക്കാരി. കൊച്ചിക്കാരുടെ കപ്പ കട്ടിങ് കണ്ടോ ഗൈസ്? ഇങ്ങനെ മതിയാ? നോക്ക എന്തെങ്കിലും പറ. ഇങ്ങനെയല്ല, പിന്നെ നീ ഞാൻ കട്ടിയാ. നീ വീഡിയോ കട്ടേ. എനിക്ക് അത്ര വശമില്ല, എന്നാലും നോക്കാം. അപ്പൊ ഈ നടുക്കൂടെ ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ. അമ്മേ ഇങ്ങനെ ആയിരിക്കും. എന്നിട്ട് കൈ മുറിയരുതട്ടാ, ചോര കണ്ട ഞാൻ തല പറഞ്ഞു. ഇതപ്പോൾ ഈസി ആയിട്ട് ഇങ്ങനെ അരിയാം. ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടല്ലേ? എൻ്റെ മമ്മി ഇതിൽ സ്പീഡിൽ അരിയും കേട്ടോ. എനിക്ക് കപ്പ അരിഞ്ഞ അത്ര വശമില്ല. എന്ത് ഭംഗിയാണിത് കാണാൻ അല്ലേ? അത്ര ഭംഗിയൊന്നുമില്ല. പക്ഷേ ഞങ്ങള് ഇങ്ങനെ അരിഞ്ഞു വെക്കാറില്ല. പുഴുങ്ങാൻ വേണ്ടി ഞങ്ങൾ വേറെ സ്റ്റൈലാണ് അരിയണത്. അങ്ങനെ കട്ട് ചെയ്താൽ മതിയായിരുന്നു അല്ലേ ഫസ്റ്റ്? കുഴപ്പമില്ല, എന്തായാലും കഴിക്കാനുള്ളതല്ലേ. നമ്മ കുറച്ച് കപ്പ എടുത്തുള്ളട്ടാ. അമ്മച്ച അങ്ങനെ കപ്പ കഴിക്കൂല. ചേട്ടനും കഴിക്കൂല? ഞാനും കഴിക്കല് കുറവാ കപ്പ. പുഴുങ്ങിയത് എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ബാക്കി കുറച്ചുണ്ട്. അപ്പൊ നമുക്ക് വൈകിട്ട് കപ്പ പുഴുങ്ങാം. എന്താ? ഇതെല്ലാം അരിഞ്ഞിട്ട് നമുക്ക് പുഴുങ്ങണ കാണിച്ചാൽ പോരെ? എന്തായാലും ഞാൻ അരിഞ്ഞത് അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല. കൊള്ളാം, എന്നെക്കാട്ടും നന്നായിട്ടുണ്ട്. അപ്പോൾ കപ്പ കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് നമുക്ക് ഉപ്പ് ഇട്ടിട്ട് വേവിക്കാം. മതിയാവോ? ഉപ്പ് മാത്രം ഇട്ടിട്ട് വേവിച്ചാൽ മതി അല്ലേ? ഉപ്പിട്ടോ? മതിയാവൂല്ലോ വെള്ളം? വെള്ളം മതി. കപ്പയിൽ വെള്ളം ഉണ്ടോ? കുറച്ച് ഉപ്പിടാം അല്ലേ? ഇടാം. ചാളക്കര സെറ്റാണ്ടോ അവിടെ? ലൈറ്റ് ഇവിടെ മൂടി വെക്കണം. ഇത് മൂടി പത്രം എടുത്ത് തരാം. അപ്പൊ കപ്പ എന്തോ നോക്കിയാലോ? നിങ്ങൾ കപ്പ എന്നാണോ പറയണ? അല്ല, ചീനി. ചീനി എന്ന് പറയും, കപ്പയെന്ന് പറയൂ. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. വെന്തു വെന്തു വെന്തു. പെട്ടെന്ന് ചീനിയാണല്ലേ? അതെ. ഞങ്ങൾ കപ്പ എന്നാണ്ടോ പറയണ. ഇനി അടുത്ത പരിപാടി എന്താ? ഇനി നമുക്ക് ആ വെള്ളം ഒന്ന് ഊറ്റിക്കളയാട്ടാ. വെള്ളം ഊറ്റിക്കളയണം. വെള്ളം ഊറ്റി കഴിഞ്ഞിട്ട് കാണിക്കാം. ഓക്കെ. അപ്പൊ കപ്പ നന്നായിട്ട് അതിലെ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ഇതിങ്ങനെ ഉടച്ചെടുക്കണം. സാധാരണ ഞങ്ങളൊരു വേറൊരു സാധനം ഉണ്ട്, പേരറിയില്ല, പേര് മറന്നോളി. കാണാന്ന് പറയും കേട്ടോ. അപ്പൊ അത് വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇളക്കും. പിന്നെ നമുക്ക് സ്പൂൺ വെച്ച് പറ്റുന്നുണ്ട്. കുറച്ച് വെന്ത് പോയി കേട്ടോ, വെള്ളം കൂടിയിട്ട്. കപ്പ ഉലർത്തിയത്. അത് തന്നെ. പക്ഷെ ഇതിന് കളറ് മാറ്റും. നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇടും കേട്ടോ. പക്ഷെ നമുക്ക് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇടാം കേട്ടോ. അപ്പോൾ ഒരു മഞ്ഞപ്പൊടി, കുറച്ച് മഞ്ഞപ്പൊടി. എന്നിട്ട് ഒന്നും കൂടി സ്പൂൺ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് വെന്തുപോയി. പാളിപ്പോയി ചേട്ടാ, പാളിപ്പോയി. സാധാരണ എൻ്റെ മമ്മി അമ്മച്ചിയൊക്കെ ആണെങ്കിലേ കപ്പ വേകുന്നതാണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് അത് തീയിൽ കൊണ്ടിടും. തീയിൽ കൊണ്ടിടും. ഞങ്ങളുടെ നാട്ടിലൊക്കെ അടുപ്പുണ്ട്, ഗ്യാസ് കൂടാതെ. അപ്പൊ തീയിൽ കൊണ്ടിടും, അല്ലെങ്കിൽ ഗ്യാസിന്റെ പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ അതിങ്ങനെ ചൂടാക്കി നോക്കും. എന്നിട്ട് നോക്കും. അപ്പൊ അറിയാം കപ്പ പെട്ടെന്ന് വേകുന്നതാണോ ഇല്ലയോ. ഓക്കെ അല്ലേ? അടുത്ത നമുക്ക് കടുക് താളിച്ചിടാം. പോരെ?
വെന്ത് വന്നു തിളച്ചു വന്നു അപ്പോൾ ചാളയെന്ന് കാണിച്ചേ ചാള എന്ന് തുറന്നേ ഓ കറി കാണുമ്പോൾ തന്നെ അതേല ടേസ്റ്റ് എങ്ങനെ ആയിരിക്കുന്നു മാങ്ങയിട്ട് വെച്ചതാ ഇനി എന്തായിരുന്നാ കടുക് പൊട്ടിക്കണം അല്ലേ ചൂടായിട്ട് പൊട്ടിക്കാട്ടാ ചൂടായി കാണണല്ലോ ചൂടായിട്ടില്ല കടുവറ ആ ചൂടായി ഇനി കടുക് ഇടട്ടെ ആ കടുക് ഇട്ടോ വാവ് അത്ര ചൂടായില്ലതോ ചൂടായി പൊട്ടുണ്ട് മാറിക്കോ പിന്നെ ഞാൻ ചൂടാവല്ലേ ചൂട് മഞ്ഞപ്പൊടി ഇട്ടുണ്ടല്ലോ ഒന്ന് ഇളക്കിക്കോ ഇന്ന് മഞ്ഞപ്പൊടി പിന്നെ ഇട്ട് എന്താ കളർ പോരല്ലേ എനിക്ക് കുറച്ച് കളർ വേണം പക്ഷെ ചേട്ടാ കടുക് കൂട്ടിയാ അത് ഒഴിയോ അടുത്തത് കറിവേപ്പിലയും പിന്നെ ചുവന്നുള്ളിയും കൂടി അരിഞ്ഞത് അയ്യോ ഇന്ന് ചൈനീസാ നല്ല മണം കേട്ടാ കറിവേപ്പില ചുവന്നുള്ളി കറിവേപ്പില ഇട്ടില്ലല്ലോ ആ ഇപ്പം ഇട്ട് ഇന്ന് മരിഞ്ഞു തന്നെ അല്ലേ നല്ല മണം കേട്ടാ ഉപ്പാവ് ഉണ്ടാക്കണ മണം ഉപ്പാവ് ഉണ്ടാക്കറിയാമോ ഉപ്പ് ഉണ്ടാക്കാൻ അറിയാലോ ചേട്ടന് ഏത് ഉപ്പോ ഇഷ്ടം എനിക്ക് റവ എനിക്കിഷ്ടം എന്താണെന്നറിയോ വേറെ എന്താ ഉപ്പാവ് ഉണ്ടാക്കണ അല്ല എനിക്കിഷ്ടം എന്താണെന്നറിയോ എന്താന്ന് പറഞ്ഞാലറിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്താണ് ഉപ്പുമാവ് ഇഷ്ടമാണെന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ എനിക്ക് സൂചി ഗോതമ്പിന്റെ ഉപ്പുമാവ് ഇഷ്ടമാണ് പിന്നെ അതെ സൂചി ഗോതമ്പിന്റെ ഉപ്പുമാവില്ലേ നുറുക്ക് ഗോതമ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ പോകാൻ നേരത്ത് ഞാൻ എസ്രി പഠിക്കുമ്പോൾ ഒരുപാട് കഴിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് മറ്റേ ചോള ഉപ്പുമാവില്ല അത് ഇഷ്ടമാണ് പിന്നെ എനിക്ക് സേമിയ ഉപ്പുമാവ് ഇഷ്ടമാണ് അതൊക്കെ വെച്ച് ഉപ്പുമാവ് ഉണ്ടാക്കാൻ പറ്റുമോ ഞാൻ ആദ്യമായിട്ട് സൂചി ഗോതമ്പ് വെച്ചിട്ട് നുറുക്ക് ഗോതമ്പ് വെച്ച് ഉപ്പുമാവ് ഉണ്ടാക്കാൻ എനിക്കറിയാം ഞങ്ങൾ ഒരുപാട് കഴിച്ചിട്ടുണ്ട് സ്കൂളിൽ വെച്ചിട്ട് ചേട്ടൻ വാങ്ങിച്ചോണ്ട് വന്നാൽ ഞാൻ ഉണ്ടാക്കി തരാം പരീക്ഷണം നോക്കും ഞാൻ റെഡിയായ ആയിട്ടില്ല നല്ല മണം ഇടാം അല്ലേ അപ്പൊ ഞങ്ങൾ വേറെ ഒരു ചട്ടിയിലേക്ക് മാറ്റിയേട്ടാ പാനലിലേക്ക് മാറ്റി നമ്മൾ കപ്പ ഇട്ടോട്ടെ ആ ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് ഇങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മൾ മീനിന്റെ ആൾക്കാരാണല്ലോ പക്ഷെ ഞങ്ങൾക്കാണെങ്കിൽ മീനുണ്ടെങ്കിൽ കപ്പ വേണം കപ്പ വേണം അതെ ഇങ്ങനെ ഒരു കപ്പ ഞാൻ ആദ്യമായിട്ട് തന്നെ തീയതിൽ കുറക്കാൻ അടിക്ക് പിടിക്കും സൂപ്പർ കഴിഞ്ഞില്ലേ പരിപാടി കഴിഞ്ഞല്ലോ കഴിച്ചു നോക്കിയാലോ നമുക്ക് കഴിച്ചു നോക്കാം അതെ നമുക്ക് അമ്മച്ചിക്ക് കൊടുത്തു നോക്കാം അമ്മച്ചിക്ക് കൊടുക്കാം ഫസ്റ്റ് കൊടുക്കണ്ടേ കൊടുക്കാം അമ്മച്ചിക്ക് ഇത് ഇഷ്ടപ്പെടുമെന്ന് പറയാൻ പറ്റില്ല ഇത് കഴിച്ചിട്ടുണ്ടാവില്ല അമ്മച്ചി എന്താണ് ഇത് പായസമാണെന്ന് നിൽക്കുമോ ശരിക്കും ഇത് പായസമായി പോയിട്ടാ ചിലത് ശരിയാവും ചിലത് ശരിയാവില്ല എന്താന്നറിയോ നമുക്ക് അറിയാൻ പാടില്ലല്ലോ ഇതിന്റെ കറക്റ്റ് എങ്ങനെയാ വേകുന്നതിന്റെ എന്നാലും കൊള്ളാം കാണാനൊക്കെ അടിപൊളിയല്ലേ അപ്പൊ നമുക്ക് കഴിച്ചു നോക്കാം എൻ്റെ ഇളയ മകൾ വെച്ച കപ്പയും മത്തിക്കറി എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാമല്ലോ അപ്പൊ ഞാൻ കുറച്ച് വിളമ്പി തരട്ടെ കുറച്ച് മതി മകള് മതിയോ ആ മതി മതി ഇപ്പൊ തൽക്കാലം അത്രയും മതി ഇപ്പൊ അപ്പം കഴിച്ചതാ അപ്പം എപ്പോ കഴിച്ചെന്ന് വെച്ചാൽ ഇപ്പൊ കഴിച്ചു കുറച്ച് മതി മതിയോ മതി 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 കഴിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാട്ടാ മീൻകറി ചേട്ടൻ വെച്ചത് കപ്പ ഞാൻ വെച്ചത് കേട്ടോ ചാള പീസും കപ്പയും കൂടെ അമ്മച്ചി എടുത്തിട്ടുണ്ട് മുള്ളു നോക്കി കഴിക്കണേ അമ്മച്ചി ചെറിയ മുള്ള കുഴപ്പമില്ല എങ്ങനെയുണ്ട് കപ്പ നന്നായിട്ട് വെന്ത് പോയില്ലേ കപ്പ കൊല്ലു കേട്ടോ കപ്പ കൊല്ലേക്ക് പിടിക്കും അപ്പൊ കപ്പയും ചാളയും കൂടി വെച്ചിട്ട് നല്ല രുചിയുണ്ട് കേട്ടോ നിങ്ങൾ ഇതുപോലെ വെച്ച് നോക്കുക പിന്നെ ഒരു വ്യത്യാസം തന്നെ എന്താന്നാ ചാള നെയ്ച്ചാളയാണെങ്കിൽ ഇതിലും നല്ല രുചിയായിരിക്കും
അപ്പൊ അടുത്തൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.